Welcome to the brand episode of Tech, and my name is Pachu. And നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് റിയൽമി 3 Pro ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റിയൽമി 3 Pro ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽമി 3 Pro അൺബോക്സ് ചെയ്യാം. അപ്പോൾ റിയൽമി 3 Pro പാക്കേജ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെയാണ്. റിയൽമി 3 Pro റിയൽമി പാക്കേജ് ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല രീതിയിൽ തന്നെയാണ് പാക്കേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ, ഒരു ചെറിയൊരു ബോക്സിനുള്ളിൽ റിയൽമി എന്ന് എഴുതിയിട്ടുള്ളൊരു ഇതിൽ നമുക്ക് പൗച്ചും പിന്നെ ഒരു കിക്ക് കേഡും പിന്നെ ഒരു വാറൻറ്റി പേപ്പറാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതാണ് ക്വിക്ക് കേഡ് കാണാൻ സമയത്ത് ഇതാണ് വാറൻറ്റി പേപ്പർ. വാറൻറ്റി പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം കുറച്ച് വലിയൊരു ഹ്യൂജ് പേപ്പർ. നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് പൗച്ചിൻ്റെ ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു സിം ടൂളാണ് വരുന്നത്. അതൊന്നും മാറ്റിക്കാം. പിന്നെ നമ്മളെ മെയിൻ പ്രോഡക്റ്റായ മൊബൈലാണ് റിയൽമി 3 Pro. നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇങ്ങോട്ട്. നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ബോക്സിലായിട്ട് വരുന്നത് ഒന്നുമില്ല. പിന്നെ നമ്മളെ വൂക്ക് ചാർജറാണ്. വൂക്ക് ചാർജർ എന്ന് പറഞ്ഞാൽ റിയൽമി നല്ല അത്യാവശ്യം സാധാ ചാർജിനെക്കാട്ടിയും അത്യാവശ്യം വലിപ്പം തന്നെ ഉണ്ട്. ഇത് അബൌട്ട് 20 വാട്ട് ചാർജറാണ്. 20 വാട്ട് ചാർജർ തന്നെയാണിത്. ആൻഡ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാം. നമുക്കത് മാറ്റിക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റ കേബിളാണ്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന USB ഡാറ്റ കേബിളാണ് നമുക്ക് കിട്ടുന്നത്, നോർമൽ ടൈപ്പ്. ആൻഡ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് ഡാറ്റ കേബിൾ തന്നെ. നമുക്കൊന്ന് മാറ്റിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിനുള്ളിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് 4 ആംപിയറിൻ്റെ ഫുൾ ചാർജർ ആൻഡ് ഡാറ്റ കേബിൾ ആൻഡ് ക്വിക്ക് കേഡ് ആൻഡ് സിം ഡയറക്ടർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിനുള്ളിൽ റിയൽമി 3 Proൻ്റെ കിട്ടുന്നത്. അപ്പം നമുക്ക് ഫോണിൽ വരാം. ഫോൺ കാണാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള സൈസുള്ള ഫോൺ തന്നെയാണ്. ഫുൾ ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ആൻഡ് നമുക്കിത് ബാക്ക് സൈഡിൽ നോക്കാം. ബാക്ക് സൈഡിൽ നമുക്കിത് ഗ്ലോസി ലുക്കാണ്. ആൻഡ് ബ്ലാക്ക് കളർ, ഒരു ഷൈനിങ് കളറാണ്. ആൻഡ് അത് മാറ്റി പിടിക്കാം. പിന്നെ റിയൽമിന്ന് എഴുതിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ. ആൻഡ് അത്യാവശ്യം വീട്ടിൽ തന്നെ ഫ്രണ്ട് സൈഡിൽ 25 മെഗാ പിക്സലും ആൻഡ് അപ്പ് സൈഡിൽ സെക്കൻഡറി മൈക്കും പിന്നെ ഓളി അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും പിന്നെ ഇയർഫോൺസ് ജാക്കും ചാർജിങ് പോർട്ടും അതിന് സ്പീക്കർ ഗില്ലും ഓൺ ഓഫ് ബട്ടനാണ് വരുന്നത്. ബാക്ക് സൈഡിൽ 60 മെഗാ പിക്സലും 5 മെഗാ പിക്സലും ഒരു ഫ്ലാഷ് ലൈറ്റും ആൻഡ് ഫിംഗറുമാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പം നമുക്ക് സിം നമുക്ക് നോക്കാം. സിമ്മിൻ്റെ 2 സിം സപ്പോർട്ടാവും, SD കാർഡ് സപ്പോർട്ടാവും. നമുക്കിത് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് SD കാർഡ് സപ്പോർട്ടാവും ആൻഡ് 2 സിം നിങ്ങൾക്ക് ഇടാനും പറ്റുമെന്നാണ്. ആൻഡ് പ്ലാസ്റ്റിക്കാണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്, ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് വെക്കാം. ബൂട്ട് ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഫുൾ ഇഞ്ച് ഡിസ്പ്ലേ, 1080 × 2340 ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ വരുന്നത്. ഇതിൻ്റെ ഫുൾ ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നമുക്കത് ബൂട്ട് ചെയ്യാം. ആൻഡ് റിയൽമി ഞാൻ ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ബൂട്ട് ചെയ്തതിന്. ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് നല്ല ഗുഡ് ക്വാളിറ്റിയാണ്. ഫുൾ ഇഞ്ച് ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ. ആൻഡ് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് കളർ വൈസ് 6 ആണ് വരുന്നത്. ആൻഡ് നമുക്ക് സെറ്റിങ്സിലൊന്ന് പോയേക്കാം. അബൌട്ട് സെറ്റിങ്സ്, ആൻഡ്രോയിഡ് വേർഷൻ P ആണ് വരുന്നത്. ആൻഡ് 6GB റാം 64GB ആണ് റോമും വരുന്നത്. ആൻഡ് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ 710 പ്രോസസ്സറാണ് വരുന്നത്. എമൗണ്ട് ബാറ്ററീസ് 4040 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം യൂസേജൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർജറാണ്. കളർ തീമും അതുപോലെ കുറേ ഇതൊക്കെ ഉണ്ട് ഇതിൽ. എൻ്റെ നെറ്റും കാര്യങ്ങളും അത്രയും സ്പീഡുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നൈറ്റ് മോഡ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നമുക്ക്
കംപ്ലീറ്റ് ആയി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ക്യാമറ എടുക്കാം. എബൌട്ട് 16 മെഗാ പിക്സലും 5 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്. പെട്ടെന്ന് തന്നെ ക്യാച്ചർ ആവുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അത്യാവശ്യം സൂം കളർ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിന് ഫ്രണ്ട് ക്യാമറ 25 മെഗാ പിക്സലാണ് വരുന്നത്. അത്യാവശ്യം നൈറ്റ് ഫോൺസൊക്കെ ഗുഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫിംഗർ പ്രിൻ്റ് തന്നെ ഫാസ്റ്റ് ആണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഞാനൊന്ന് ആഡ് ചെയ്യാം. ഇതിൽ അപ്പോൾ ഇതിൽ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കേണ്ടിയിരുന്നു. 1 മിനിറ്റ് ഗൈസ്, 1 മിനിറ്റ്. ഞാൻ ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിംഗർ പ്രിൻ്റ് ഈസിലി പെട്ടെന്ന് തന്നെ വർക്കിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ക്ലിയറായി. നമുക്കൊന്ന് ഇനി ഫിംഗർ പ്രിൻ്റ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം ഫാസ്റ്റിൽ തന്നെ ഫിംഗർ എടുക്കുന്നുണ്ട്. ഇത് കണ്ട ഭയങ്കര ഫാസ്റ്റിലാണ് ഫിംഗർ പ്രിൻ്റ് റിയൽമി 3 പ്രോ ഫിംഗർ എടുക്കുന്നത്. നമുക്കിന്ന് ഫേസ് ലോക്ക് നോക്കാം. ഫേസ് ലോക്ക് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്പീഡിലാണ് എടുക്കുന്നത് കാണാം. ആൻഡ് ഭയങ്കര ഫാസ്റ്റിലാണ് ഫേസ് ലോക്കും. നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള ഫേസ് ലോക്കാണ്. എബൌട്ട് 6.3 ഇഞ്ചസ് ഫുൾ ഇഞ്ച് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ ഗുഡ് ക്വാളിറ്റിയാണ്. ഫുൾ ഇഞ്ച് HD ഡിസ്പ്ലേ ആയതുകൊണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത്യാവശ്യം വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ പിന്നെ അത്യാവശ്യം ഞാൻ ഫോൺ ഓപ്പൺ നോക്കുന്ന നേരത്തെ തന്നെ കുറേ അപ്രീഷിയേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 28 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഫുൾ ക്വാളിറ്റി നിങ്ങൾക്ക് പിക്ചർ പോർട്രേറ്റ് മോഡ് അങ്ങനെ സ്ലോ മോഷൻ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ പി ആണ് വരുന്നത്. ആൻഡ് സ്നാപ്ഡ്രാഗൺ 710 പ്രോസസ്സറാണ്. ആൻഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗെയിംസിങ് കാര്യങ്ങളൊക്കെ ഒരു ഹാങ്ങില്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഗെയിമിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ അടുത്ത കാലത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് Q എന്ന് പുതിയ അപ്ഡേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളും അതേപോലെ കുറേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിൻ്റെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് അത്യാവശ്യം സ്മൂത്താണ് ഫോൺ. ഒരു ഹാങ് പോലുമില്ല. എബൌട്ട് 4045 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ 1.5 ദിവസം നിങ്ങൾക്ക് എബൌട്ട് 2 days നിങ്ങൾക്ക് ആപ്ലിക്കേഷനും അതേപോലെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും എബൌട്ട് 2 days നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് ആണെങ്കിൽ 1.5 ദിവസം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എബൌട്ട് ഗെയിമിംഗ് അത്രയും ചാർജ് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇതിന് ഗെയിമിങ്ങിനെ പറ്റുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗെയിമിംഗ് മോഡൊന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PUBG അതൊക്കെ കളിക്കുമ്പോൾ അതിനകത്ത് മെസ്സേജ് ആൻഡ് കോണ്ടാക്റ്റ് ഒക്കെ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വരാതായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോഴും നല്ലൊരു ഫീലിംഗ് ആയിട്ടാണ് ഗെയിം കളിക്കാനും ഉഷാറിലാണ്. പിന്നെ അതിൽ തന്നെ നെറ്റ്വർക്ക് സ്പീഡ് കൂടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി നെറ്റ്വർക്കിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടും. എബൌട്ട് PUBG അങ്ങനെയുള്ള കുറേ ഗെയിമുകൾ കളിക്കുമ്പോൾ സ്മൂത്തായിട്ട് തന്നെയാണ് കളിക്കാൻ പറ്റുന്നത്. ആൻഡ് എന്താണ് റിയൽമി എബൌട്ട് നൈറ്റിലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ കളറ് ഡിസ്പ്ലേയിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഗുഡ് ക്വാളിറ്റി തന്നെ. ആൻഡ് കളർ വൈസ് 6 ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിന് സ്ക്രാച്ച് ടെസ്റ്റ് ഇടണം. ഇതൊരു സ്ക്രാച്ച് ടെസ്റ്റ് നടത്തുന്നത് ഇതിന് ഉള്ളിലേക്കാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഒരു പ്രൊട്ടക്ടറാണ്, ഒരു സ്കിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീരെയും സ്ക്രാച്ച് ആവില്ല. നിന്ന് കാണിച്ചു തരാം. ഇത് തുറന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ച് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് കണ്ടോ, ഇവിടെ ഇതിൽ സ്ക്രാച്ച് ഉള്ളിലേക്ക് ബാധിക്കില്ല. എബൌട്ട് അതിൻ്റെ റിയൽമി ബാക്ക് സൈഡിൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ബാധിക്കാനുള്ള ഇത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രൊട്ടക്ടറിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ റിയൽമിയുടെ ഇതുകൂടി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവുന്നുണ്ട്. ഞാൻ നൈഫ് അതുപോലെ കീ ഇതൊക്കെ നിങ്ങളെ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡിൽ സ്ക്രാച്ച് ആവും. കാരണം പ്ലാസ്റ്റിക്കാണ്. നമുക്ക് ഫിംഗർ സൈഡ് നോക്കാം. ഫിംഗർ സൈഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും സ്ക്രാച്ച് കാണുന്നുണ്ട്. അതുപോലെ ക്യാമറയും അബൌട്ട് 5D ആണ്. അതുപോലെ ക്യാമറ സെൻസറിൽ സ്ക്രാച്ച് ആയിട്ടില്ല. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് പ്ലാസ്റ്റിക്കാണ്, സെപ്പറേറ്റ് കട്ടാണ്, അതുകൊണ്ട് സ്ക്രാച്ച് ആവും. സൈഡും പ്ലാസ്റ്റിക്കാണ്, ബട്ടണും പ്ലാസ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് സ്ക്രാച്ച് ആവും. നിങ്ങളെ കീ അതേപോലെ കോയിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ സ്ക്രാച്ച് ആവും. ആൻഡ് ബോട്ടം സൈഡിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കാണ്, ഫുൾ സൈഡിൽ പ്ലാസ്റ്റിക്കാണ്. ആൻഡ് ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക്
ബാക്ക് സൈഡിലും ബട്ടൺ സൈഡൊക്കെ പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്ക്രീനും പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവുന്ന സ്ക്രീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയയാണെങ്കിലും ഇതിന് സ്ക്രാച്ച് വേഗം തന്നെ ആവുന്നുണ്ട്. ഞാൻ എബൌട്ട് സ്ക്രാച്ച് നോക്കി നോക്കുമ്പോൾ വേഗം തന്നെ സ്ക്രാച്ച്. അപ്പോൾ നിങ്ങളൊരു 5D ഗ്ലാസ് അതുപോലെ പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഇമെയിലായിട്ട് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ട് വരുന്ന ഗുഡ് ബൈ. വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും മറക്കാൻ മറക്കരുത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണാം. ദിസ് ഇസ് സൈഡ് ഓഫ് സൈനിങ് ഓഫ്.